ask this. Anujada success lingi aa oru nerthe paranju vinodayittulla oru association 2019 aa oru period la. 2019 is when the pandemic also starts. Absolutely. From there to 2022 where we are standing today, enganeyana Anooja ee business handle ചെയ്തത്? എങ്ങനെയാണ്, how are you handling your other offices? ഇതൊരു ഏറ്റവും difficult ആയിട്ടുള്ള ഒരു situation ആണ്, but your growth pattern starts here. True. That, see, when everybody's business started collapsing, എന്താ പറഞ്ഞ, I've seen startups rupturing or tearing apart. To be very എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെയാണ് പറയുന്നത് പോലും, ബിക്കോസ് പാൻഡമിക് ഒരു കേസാണ്. പക്ഷെ പാൻഡമിക് സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിന് വേറൊരു ആംഗിൾ വന്നത്. ബിക്കോസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ സെക്കൻഡ് ഫെയിലിയർ കഴിഞ്ഞിട്ട് ഞാനൊന്ന് സ്റ്റഡിയായി, ഞങ്ങളൊന്ന് അപ്പോൾ ഞങ്ങൾ ഓഫീസൊക്കെ എടുത്ത് വി പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്, നമ്മൾ നല്ല ടീമിനെയൊക്കെ ഉണ്ടാക്കി എല്ലാം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് വൺ ഫൈൻ മോർണിംഗ് വി ആർ നോയിങ് ദാറ്റ് ദിസ് തിങ് ഇസ് കമ്മിങ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഓൺ ടു എൻറ്റയർ ലോക്ക്ഡൗൺ. So I entire lockdown ayappathekkum you have to understand my position, 2 times failure already. I have bought enough endana parayna failure tags ഒക്കെ കൊണ്ടുവന്നേക്ക് ഇനി ഞാൻ എങ്ങനെ, how do I do it? ഞാൻ പലവട്ടം ഞാൻ തന്നെ ആലോചിച്ചു, ശരിക്കും ഞാനൊരു ഫെയിലിയർ ആണോ? ഇനി ഞാൻ ഇത്ര ഞാൻ പഠിച്ച സമയത്ത് ഞാൻ സ്കൂളിൽ എല്ലാത്തിലും മിടിക്കുകയായിരുന്നു, ബട്ട് അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ ലൈഫ് വാട്ട് ഡിഡ് ഐ പ്രൂവ്? അങ്ങനെയൊക്കെ എൻ്റെ തന്നെ കുറേ സെൽഫ് അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആക്ച്വലി കുറച്ച് ഡിപ്രഷൻ എനിക്ക് വന്നു ആ സമയത്ത്. ബട്ട് ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് സിറ്റിംഗ് ആൻഡ് ക്രൈങ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു വിനോദ്, ഹൗ ഡു വി ഫൈൻഡ്. ആ സമയത്ത് ഐ കോൾഡ് അപ്പ് മൈ എൻറ്റയർ ക്രൂ. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഐ ടോൾഡ് ദം, സീ, ദിസ് ഈസ് എ ക്വസ്റ്റൻ ഓഫ് സർവൈവൽ. ഐ ഡോണ്ട് നോ, ബിക്കോസ് ദിസ് ടൈം ഐ കാൺട്ട് ഫെയിൽ. I just want to know one thing from you all, will you all stand by me? So you won't believe it, my entire crew stood like rock. ആ സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ ആഘോഷിച്ചു, വീട്ടിൽ ഇരുന്ന് സിനിമ കണ്ടു, നെറ്റ്ഫ്ലിക്സ്. ഞങ്ങളിരുന്ന് നമ്മളുടെ എല്ലാ സാധനം റീവാമ്പ് ചെയ്തു, നമ്മൾ ബ്രാൻഡിങ്ങിലേക്ക് കയറി, നമ്മൾ ഡിജിറ്റൽ പ്രസൻസിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു. ഞങ്ങളുടെ സ്റ്റാഫിൽ പലരും കോഴ്സുകൾ എടുത്തു, ഞങ്ങൾ അതിനെ പ്രൊഡക്റ്റീവാക്കി. അവിടുന്ന് ഞങ്ങൾ തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിങ് പോലും ഞങ്ങൾ അത്രയും അപ്ഗ്രേഡ് ആക്കിയത് ആ ടൈമിലാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ROI വന്നത് ആ പാൻഡമിക് ടൈമിലാണ്. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഐ തിങ്ക് പാൻ ഇന്ത്യ ന്യൂ അബൌട്ട് അസ്. അല്ലെങ്കിൽ കൊച്ചു കേരളത്തിലെ ഒരു സാധാരണ സ്റ്റാർട്ടപ്പാണ് ഞങ്ങളും. പക്ഷെ അവിടുന്ന് ദേ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ് അസ്, പീപ്പിൾ ഫ്രം നോർത്ത് സ്റ്റാർട്ടഡ് ആസ്കിങ് അസ് വർക്ക്. നമ്മുടെ കോൺസെപ്ച്വലൈസേഷൻ ഇഷ്ടപ്പെട്ടു, നമ്മുടെ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ 25 ഇൻക്യുബേറ്റേഴ്സിലെ മെൻറ്ററായി. ഞാൻ അത് കഴിഞ്ഞിട്ട് see then the growth was like, because people understand that okay, there are people out here who are capable enough to do that. So it's not me alone, but I would owe to Vinod, I would owe to my staff for every support they have given me to take that decision. പക്ഷെ ആ ഒരു ഇതിൽ സാക്രിഫൈസസ് ഒരുപാടായിരുന്നു. ഐ പുട്ട് ഓൺ ടു മച്ച് ഓഫ് വെയിറ്റ്, ഐ ലോസ് മൈ സ്ലീവ്സ്, ഐ പുട്ട് ഓൺ 10 to 15 kilos. അപ്പം ജിമ്മ് പോയി, എല്ലാം പോയി. പക്ഷെ the ultimate satisfaction is that I could prove myself that I am not a loser. രണ്ടാമത്തത്, ഞാൻ ഈ ഓൺടർപ്രണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്ത കാര്യം സക്സസ് അല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി. ഞാൻ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫെയിലേഴ്സ് വന്നത്, എന്തായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ആൾക്കാർക്ക് വേണ്ടി എന്തുമാത്രം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എത്ര പേരെ എനിക്ക് സഹായിക്കാൻ പറ്റും. സോ മേ ബി ദാറ്റ് ഈസ് മൈ ഡെസ്റ്റിനി. സോ ഐ തിങ്ക് ഇത് പറഞ്ഞപ്പോഴാണ് യു സെഡ് ദാറ്റ് യു ഹാവ് മെന്റർഡ് എ ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്സ് ഇൻക്യുബേറ്ററിൽ പാർട്ടി. When I looked at your profile, I knew that Anooja Niti Ayog's youngest woman thing, and adeypole IIM lo course cheyunnu. What is it? Whether you found that education is part of it, or you wanted to prove a lot of things? Enganeyana adinte oru karyam? Not exactly. See, basically what I think is that I want to be along the trend. അതായത് എനിക്ക് ഇന്ന കാര്യം അറിഞ്ഞൂടാ എന്ന് എനിക്ക് പിന്നീട് വേറെ ആളിൽ നിന്ന് കേൾക്കാൻ വരരുത്. ബിക്കോസ് എൻ്റെ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ മൈ എൽഡർ വൺ ഇസ് ഇൻ 12, 18 and younger one is again 16. So we have അവർക്ക് അറിയാത്ത കാര്യങ്ങളില്ല. So but I depend upon for most of the technology part. So I later on understood that, see, അത് ആ ട്രെൻഡ് അനുസരിച്ചുള്ള അവർ ഏറ്റവും പറഞ്ഞ കാര്യമാണ്, ദിസ് ഇസ് മില്ലേനിയൽസ് തിങ്സ്, ജെൻസീസ്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ എനിക്ക് കൂടുതലും മോഡേൺ അപ്രോച്ചിനോട് വളരെയധികം
എപ്പോഴും ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു, എപ്പോഴും അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈവൻ യു ക്യാൻ ലേൺ ഫ്രം എ ചൈൽഡ്. So I think that every entrepreneur has to learn new things, because നമ്മൾ എന്നും ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ എടുക്കുന്ന കോഴ്സസോ അല്ലെങ്കിൽ അത് ആ കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഞാൻ കാണാത്തൊരു പെർസ്പെക്റ്റീവ് അവിടെ കാണിക്കുന്നുണ്ട്. സോ വെൻ ആഡിങ് ടു ദാറ്റ് I can actually scale up whatever I'm doing or enhance what I'm doing. പിന്നെ നിതി ആയോഗിൻ്റെയും ഇൻക്യുബേറ്റേഴ്സിൻ്റെയൊക്കെ കാര്യം, ഇപ്പോൾ I am a mentor to few of the IIMs and the IITs. ദോ ഞാനൊരു IIM-ലല്ല ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് പോലും, പക്ഷേ വാട്ട് ഐ ബിലീവ് ഇസ് ദാറ്റ് ഈ പറയുന്ന നമ്മളൊരു ബിസിനസ്, ഞാൻ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് വൺസ് ഐ കെയിം ഇൻ ടു ഓൺടർപ്രണർഷിപ്പ്. ഐ ലേൺ ഇറ്റ് ത്രൂ മൈ ജേർണി ആൻഡ് മൈ എക്സ്പീരിയൻസ്, നോട്ട് ദ ബുക്കിഷ് നോളജ് വാട്ട് ഇസ് ബീൻ റിട്ടൺ ദർ. അപ്പം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ബേസിക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ശരിക്കും സ്റ്റാർട്ടപ്പ്? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഗാലയാണോ സ്റ്റാർട്ടപ്പ്? അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് വേർ യു ബ്രിങ് ഇൻ എൻ ഐഡിയ, through that you make a revenue model, you actually bring in money, and how do you do that? That is actually, so according to me, every startup before getting an investment you should have a solid framework of a strong bootstrapped company. Adu kayinjadhu shesham 100% you can take in that depends upon each entrepreneurs or the founder's choice. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഫ്രെയിംവർക്ക് മാറി. വെൻ ഐ സ്റ്റാർട്ടഡ് ഓൺടർപ്രണർഷിപ്പ്, rarely women were there. But today so much support has been there, but actually the question is that are we on the right path? Though people are contributing too much, everybody is doing their part, but still are we lacking? Are we doing the എവിടേക്കോ ആ ഉള്ള മിസ്സിങ് ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയാൽ, who knows, India would really become one of the major എന്താ പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലെ ഫ്ലാഗ്ഷിപ്പ് നമുക്ക് തന്നെ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴും നമ്മൾ അഹങ്കരിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ലെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. ദിസ് ഇസ് സോൺലി we are way behind what the US startup ecosystem is doing. Of course, I totally believe that. Having so much of possibilities in India, and especially when the government is pushing, I think it's only doable that it is very much doable, Arun, because the thing is that ഏറ്റവും വലിയ കാര്യം നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസസ് കമ്പയർഡ് ടു അതർ എക്കോണമീസ് വെരി ലോ. അത് തന്നെ ആദ്യത്തെ കാര്യമാണ്, ബിക്കോസ് നമുക്ക് സ്പെൻഡിങ് വളരെ കുറവാണ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസസ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ആൾക്കാരുണ്ട്. കാരണം എന്താ, നമ്മൾ നോക്കി തന്നെ ഇവിടുന്ന് ഒരുപാട് ബ്രെയിൻ ഡ്രെയിൻ പുറത്തോട്ട് പോയിട്ടാണ് അവിടെ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഗൂഗിളിൻ്റെ എല്ലാത്തിൻ്റെ മോസ്റ്റ്ലി വി സി ഇന്ത്യൻസ്, ടോപ്പ് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ആ ബ്രെയിൻ ഉണ്ട്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് നമ്മളതിനെ നേർച്ചർ ചെയ്യുന്ന രീതിയിൽ എവിടേക്കോ നമുക്ക് പാകപ്പിഴയിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറേ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന അനുസരിച്ച് ഈ പറയുന്ന വാല്യുവേഷനാണ് കൂടുന്നത്. ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ആർ വി മേക്കിംഗ് ദാറ്റ് മച്ച് മണി? നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചുള്ള വരുമാനം നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ? അല്ലാതെ വാല്യുവേഷനിൽ ഇത്രയും $1 ബില്യൺ കമ്പനി അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, ഡൈല്യൂഷൻ കൊടുക്കുന്നു, ആ ഫിഗേഴ്സാണ് ഇവിടെ സംസാരിക്കുന്നത്. ബട്ട് ഇസ് എ കമ്പനി പ്രോഫിറ്റബിൾ? ആർ ദേ പേയിങ് ദെയർ എംപ്ലോയീസ്? ഇഫ് യു ഗെറ്റ് ദറ്റ് ആൻസർ, ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50% വെഞ്ചേഴ്സ് അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് അതിനൊരു കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈറ്റ് സേ ദാറ്റ് വി ആർ ഓൺ ദ പാത്ത് ഓഫ് പ്രോഗ്രസ്. ബിസിനസിന്റെ എല്ലാ സൈഡ്സും പറഞ്ഞു. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ആസ് ആൻ ഓൺടർപ്രണർ എന്തായിരുന്നു സ്ട്രഗിൾസ് ഫേസ് ചെയ്തത്? ജെൻഡർ ഈക്വാലിറ്റി എങ്ങനെയാണ്, അപ്പോൾ അതിനെ എങ്ങനെയാണ് അനുജ ഹാൻഡിൽ ചെയ്തത്? Basically, Kerala is a patriarchal society or a male-dominated society. So naturally, there will be a gender thing there. See, ഞാൻ പറയുന്നത് ഇത് നമുക്കിവിടെ ഇക്വാലിറ്റി ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. The question is that what we can do, like how we can improvise ourselves. നമ്മുടെ സ്പേസിൽ നമുക്ക് എങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും? That's my take on, that's my approach on this. So definitely a gender-ന്റെ ഭയങ്കര ഇതുണ്ട്. I could actually quote you with an example. എനിക്ക് ഈ ഇടയ്ക്ക് ഡൽഹി പോയപ്പോൾ ഒരു വുമൻ അച്ചീവേഴ്സ്, മിസ്സസ് ഇന്ത്യയുടെ വുമൻ അച്ചീവേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ഡൂയിങ് മിസ്സസ് ഇന്ത്യയിൽ ഒരു വുമൻ അച്ചീവേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അവർ ഇവിടുന്ന് ബിസിനസ് വുമൻ ഓഫ് ദി ഇയർ 2021 എനിക്കൊരു ഇത് ഐ വെന്റ് ടു ഡൽഹി ഓൾസോ. During that thing, one of another person who got an award,
പുള്ളിക്കാരി എന്തോ it's about women, no? So it's like confidence in a karyam parnappathekkum Aman Verma was host. So the question asked to him was asked to her was how do you you know make yourself capable enough to handle the pressure around you. She said a statement, the women of north are quite capable enough compared to that of south. So when my turn came and I told her, see, you have to understand that I must add to it, before I speak on anything, I must say that women out there in south are more sabotaged compared to the women, because നമുക്ക് നോർത്ത് കിട്ടുന്ന ഫ്രീഡം ഒരിക്കലും, യു ആർ ഓൾസോ ഫ്രം നോർത്ത്, റൈറ്റ്? സോ യു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു ടൈമിങ്ങിന് ശേഷം നമ്മൾ പോകുന്നത് വേ ദ പീപ്പിൾ, ഇത് പ്രോബ്ലം ഇസ് വെരി എന്താ പറയുന്നത്, പ്രജുഡൈസ് ആണ്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിലാണ്. ദാറ്റ് ഇസ് നോട്ട് ദെയർ ഔട്ട് ദെയർ ഇൻ നോർത്ത്. സോ under that circumstances for women to thrive out here is quite hard. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മീ വുമൻ ഔട്ട് ഹിയർ ആർ മോർ കോൺഫിഡൻറ്റ്, ബിക്കോസ് അവരെ സംബന്ധിച്ചോളം ദേ ആർ ബ്രേക്കിംഗ് ദ സ്റ്റീരിയോടൈപ്സ് ആൻഡ് അവർ ദേ ആർ കോൺഫിഡൻറ്റ് ഇനഫ് ടു ഹാൻഡിൽ സിറ്റുവേഷൻസ്. ഓക്കെ, ലെറ്റ് ഇറ്റ് കം, നമുക്കത് അതിനെ ഭയങ്കര മെച്ചോറിറ്റിയോടെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ചുമ്മാ ബഹളം ഉണ്ടാക്കിയോ, അങ്ങനെയല്ല. ലൈക്ക് what can be done to that? Actually, ഭയങ്കര ironic ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ? In spite of being a very educated society, when you are saying that, you know, the South Indians are much more you can't actually deny the fact. The problem is that they are very educated, but the roots, the what I would call is that they are rich in culture, we are rich in what do you call the education part, എല്ലാ പെർസ്പെക്റ്റീവ്. But are we really rich in thoughts? അതായത് ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഫ്രീഡം ഓഫ് തോട്ട്. വാട്ട് ഇസ് ഫ്രീഡം? നേരത്തെ ഗാന്ധി പറഞ്ഞ പോലെ നമുക്ക് മിസ്റ്റേക്ക് ചെയ്യാനുള്ള, ഞാനൊരു മഹാൻ എന്ന് പറഞ്ഞ മൂവി എടുക്കുന്നുണ്ട്, അഗൈൻ ഐ എം ഇൻസ്പയർഡ് ബൈ മൂവീസ്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗാന്ധി തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഫ്രീഡം ടു ഡു മിസ്റ്റേക്കും അതിൻ്റെ ഒരു പാട്ടാണ്. അപ്പം ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് ശരിയോ തെറ്റോ ഇത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒരാളുടെ ശരിയല്ല മറ്റൊരാളുടെ ശരി. അപ്പം അതിനെ ബേസിക്കലി ഒരു സ്പേസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതും, ആ ഒരു ഫ്രീഡം അവർക്ക് അവരുടെ ആ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു തോട്ടിനെ അവർക്ക് സ്വയമായിട്ട് വളർത്താൻ, മനസ്സിൽ മാത്രമല്ല അല്ലാണ്ട് വളർത്താൻ പറ്റുന്ന ആ ഒരു ഫ്രീഡമാണ് ഞാൻ പറയുന്നത്. ഐ വുഡ് സേ ദാറ്റ് ഇഫ് ദാറ്റ് ഇസ് ദെയർ, ഗുഡ്, ദാറ്റ് ഇസ് എ വെരി നൈസ് ഫെമിനിസ്റ്റ് തോട്ട്. എന്നെ സംബന്ധിച്ചോളം അതാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ദാറ്റ് വി എന്താണ് പറയുന്നത്, ജോലി ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ പോയി ഞാൻ വീട്ടിലെ പണിയൊന്നും ചെയ്യത്തില്ലെന്ന്. സി, എൻ്റെ സ്റ്റാഫ്, എൻ്റെ ഫീമെയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, വൺസ് വി ആർ ഡൺ വിത്ത് അവർ ഒഫീഷ്യൽ സ്റ്റസ്, ബാക്ക് ഇൻ ടു കിച്ചൺ വി ലുക്ക് ആഫ്റ്റർ കിഡ്സ്, ഹസ്ബൻഡ്, എല്ലാം ഓൾ ഹൗസ് ഹോൾഡ് കോഴ്സ്. ഞാൻ ഐ ഹവ് അറ്റൻഡഡ് മീറ്റിംഗ്സ്, എൻ്റെ പേര് വരാത്ത സമയത്ത് പാത്രം കഴുകിക്കൊണ്ട് ഞാൻ അമേരിക്കയിലെ ഒരാളായിട്ട് മീറ്റ് ചെയ്യുന്നു. അയാൾ ചോദിച്ചു, മഴ പെയ്യുവാണോ? Actually, our patram base ഇതിലാണ്. So the thing is that you can't run away from your responsibilities. Basically multitask. Actually, women are capable of it, because that's one of their traits. അപ്പം gender equality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, what I'm trying to tell, many men are also very supportive. ഇതൊരു ജെൻഡറിനെ ഐ വുഡ് സേ ദിസ് ഇറ്റ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ എത്രയോ സ്ത്രീകൾക്ക് എന്താണ് സങ്കുചം, നാരോ മൈൻഡഡ്നെസ് ഉണ്ട്. സോ ദ തിങ് ഇസ് ഇഫ് പീപ്പിൾ ഹാവ് എ ബ്രോഡ് മൈൻഡഡ് പെർസ്പെക്റ്റീവ്, ബോത്ത് ഇൻഡിവിജ്വൽസ്, ആ ഇൻഡിവിജ്വൽസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന രീതിയിലെ ഒരു അപ്രോച്ചിലേക്ക് എല്ലാവരും വളർന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ റിച്ച് ഇൻ കൾച്ചർ, റിച്ച് ഇൻ തോട്ട്സ്, വിൽ ബി റിച്ച് എവ്രിവെയർ. We have been speaking a lot about business. ഇനി ഞാൻ ഇതിന്റെ ലൈറ്റർ സൈഡിലേക്ക്. ഓക്കെ. അനുജ ഏത് സമയം നോക്കിയാലും ഓഫീസിലാണ്, ബിസിയാണ്, വർക്കിംഗ് ആണ്. പാത്രം കഴുകി കൊണ്ടുവരെ മൾട്ടി ടാസ്കർ എന്ന് പറഞ്ഞ ഒരു പേര്. ആകെ പറയുന്നത് സിനിമ കാണാമെന്ന്. When do you get the time? എപ്പോഴാണ്? Apart from movies, what else do you? See, at a point of time, even I had their thoughts. After getting immersed on everything, I might have to sacrifice everything. So ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനൊരു പ്രയോറിറ്റി എന്ന് പറയുന്നൊരു വേർഡ് കംസ് ഇൻ ടു റോൾ ഔട്ട് ദിയർ. സോ ദർ ആർ സംടൈംസ് വെൻ വർക്ക് ബിക്കംസ് എ പ്രയോറിറ്റി, വെൻ വെഞ്ചർ ഇസ് ഗോയിങ് ടു ഡൂം. ഇപ്പോൾ പ്രത്യേകിച്ച് പാൻഡമിക്, ഞാൻ പറഞ്ഞില്ലേ, പാൻഡമിക് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, വി വർക്കിൽ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഐ ഗോ ടു മൈ ജിം, I put on so much weight, so I want to go back to, I want to hit my gym back. I was a gym geek ആയിരുന്നു, so I just want to hit my Zumba classes. ഞാൻ അതുകൊണ്ടാണ്, I'm a painter, I like drawing, I do deco pages. I mean, സമയം കിട്ടുമ്പോഴൊക്കെ ഇതെന്താ പ്രശ്നം, ഇതൊരു വെൻറ്റിംഗ് ഔട്ട് പ്രോസസ്സാണ്. ഹോബീസ് എന്ന് പറയുന്നത് അതും കൂടി ഇല്ലെങ്കിൽ
See, I would say that my simple mantra of, doing things is that strike a balance. Whether you can have a balance both in professional and personal, it's hard. But if you get yourself trained in that manner, trust me, you can do it. ഞാൻ പറയാം, എന്തൊരു സാധനം ലോജിക്കലും ഇമോഷണലും ബാലൻസിൽ കൊണ്ടുപോയി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞാൽ ഭയങ്കര പാട്. ഇനിഷ്യലി ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ ഓൾസോ. ബട്ട് ടുഡേ എൻ്റെ എനിക്ക് ഒരുപാട് സമയങ്ങൾ ഞാൻ പണ്ട് പ്രൊഫഷണൽ വേൾഡിൽ നിന്നപ്പോൾ എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഓണ്ടർപ്രണർഷിപ്പ് ഒരുപാട് സമയം പോയി. പക്ഷെ ഇപ്പം ഞാൻ പതുക്കെ like you said, I'm bringing up my old hobbies. I try not to do Sundays. I try not to touch my laptop at all. I tell my clients we are off. I tell my എന്താ പറയുക ടീമിനോട് ഞാൻ പറയും, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. Is that becoming a culture now, saying that ഈ work life balance എന്ന് പറയുന്ന recently Amazon's head പറയണ്ടായി 7 o'clock കഴിഞ്ഞാൽ phones എടുക്കണ്ട. You need not do. So are people more stressed in business? Of course. How would you say that? I would say that, see, basically life is not all about getting into passion is good. Obsession to a level is basically dangerous. ഞാൻ പറയാം, ആ പാഷൻ കയറി ഈ സ്ട്രഗിളിൽ നിന്ന് സർവൈവലിലേക്ക് പോകുന്ന ആ ഒരു മേർജിൽ വർക്ക് ബിക്കേം എൻ ഒബ്സഷൻ ഫോർ മീ, ബിക്കോസ് ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് മൈ എന്താ പറയുക, ഇനി ഫെയിലർ എന്നൊരു സാധനം വരരുതെന്ന് ഓർത്തിട്ട് അതിന് ഒബ്സഷനാക്കി ഒരു ലെവലിലേക്ക് എടുക്കാൻ പോയപ്പോൾ I understood that is going into a dangerous zone. So I pulled myself back. I deliberately made an effort where I could spend my quality time in stress. Family, I have kids with 12th and 10th. So അങ്ങനെ മൊത്തത്തിൽ ഞാൻ അങ്ങ് സ്പെൻഡ് ചെയ്യില്ലെങ്കിലും ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് അവരുടെ ക്ലാസ്സസിൽ വല്ലപ്പോഴും അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്ത് എവിടെ വരെ എത്തി എങ്ങനെ. അപ്പോൾ സൺഡേ ഈസ് ബേസിക്കലി മൈ ഫാമിലി ടൈം. ഐ കംപ്ലീറ്റ്ലി പുട്ട് അക്രോസ് മൈ ഫാമിലി ടൈം. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ ലവ് travels. So yearly ഞങ്ങൾ ഫാമിലി ആയിട്ട് we make sure that we make a travel. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകും. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഫോൺ തൊടാൻ പാടില്ല എന്നൊരു നിർബന്ധമുള്ള ആളാണ്. ദാറ്റ് ടൈം ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഇനാക്റ്റീവ് മോഡ്. ആ സമയത്ത് അരുൺ പറഞ്ഞ പോലെ ഞാൻ ഓൺടർപ്രണർ ഒന്നുമല്ല. ഐ ഹാവ് മൈ റെസ്പോൺസിബിലിറ്റി ഓഫ് ബീങ് എ ഫാമിലി വുമൺ. അത് ചെയ്യും. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ എടുത്ത ഒരു ഫ്രീ എന്താ പറയുക ലിബർട്ടി എടുത്തില്ലേ, ആ ലിബർട്ടി എല്ലാം റെസ്പോൺസിബിലിറ്റി ആയിട്ട് തലയിൽ വന്ന് നമ്മളെ ഇത് ചെയ്യും. പക്ഷെ ടുഡേ വി ഹവ് ഔട്ട്ഗ്രോൺ ഇറ്റ്. വി നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിച്ചതുകൊണ്ട് തിരിച്ച് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മറ്റേ ഏപ്രിൽ എടുത്തിട്ട് ഇത് ചെയ്യുന്നതിനെ പോലെ തന്നെ അത് എടുത്ത് മാറ്റി സൂട്ട് ഇട്ടിട്ട് ഇവിടെ കയറാൻ ഒരു മീറ്റിങ്ങിൽ കയറാനുള്ള ഒരു മേർജ് ചെയ്ത് പഠിച്ചു. ബ്രഷ് ചെയ്യുന്ന പോലെ അതങ്ങ് പഠിച്ചു. നമ്മുടെ ഇപ്പോൾ ടോപ്പേഴ്സ് ടേക്ക് എന്നുള്ള പ്രോഗ്രാമാണിത്. സോ ഐ വുഡ് ലൈക്ക് ടു നോ അനൂജയുടെ ഒരു ടേക്ക് എന്താണ് ടുവേർഡ്സ് ബിസിനസ്, ടുവേർഡ്സ് ലൈഫ്? Okay, so I believe that a person should have 4 basic. This is my understanding of life. Okay, I'm not that very gnani to give a ഒരു advice. or എനിക്ക് ഞാൻ എൻ്റെ ജേർണിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. I'm sure a lot of people would be inspired by Anooja Bashir. I'm honored that at least somebody could എൻ്റെ ഞാൻ കൊടുക്കുന്ന എൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുമെങ്കിൽ that's as an individual, as a human, that's a great honor. ഈ പറഞ്ഞ പോലെ ഐ ബിലീവ് ദാറ്റ് യു ഹാവ് ടു ഹാവ് പാഷൻ, യു ഹാവ് ടു ഹാവ് 4 P's ഇൻ ലൈഫ്. ദാറ്റ്സ് വാട്ട് ഞാൻ എടുത്ത ഒരു അപ്രോച്ചാണ്. പാഷൻ വേണം, പെർസെവറൻസ് വേണം, നല്ല പേഷ്യൻസ് വേണം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 99.99 കഴിഞ്ഞിട്ടും നെവർ ഗിവ് അപ്പ് എന്നുള്ള ആ അപ്രോച്ച് തന്നെ, ആ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കണം. ദെൻ ഇറ്റ് ഈസ് ബേസിക്കലി യുവർ പേഴ്സണാലിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് see you have a class, whether you are എവിടെ ഇരുന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ മലയാളത്തിൽ പറയും ആന മെലിഞ്ഞാലും നമുക്ക് തൊഴുത്തി കെട്ടാൻ പറ്റുന്നത്. that is a proudy, that is aristocracy. So you have to exhibit your personality, your goodness, your whatever you have, your quality, wherever you are put, whichever situation you are put, you have to come up with your own identity. That's the third thing. Fourth is basically proactiveness. I would believe that നമ്മളൊരു സാധനം കാണാൻ നമുക്കൊരു ഗട്ട് ഫീലിംഗ്, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവണം, ദിസ് ഇസ് കമ്മിങ്. അല്ലാതെ അത് വന്നു കഴിഞ്ഞ് ചെയ്യുന്നതിനേക്കാളും ആസ് വി സേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. സോ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യണം, അത് വരാതിരിക്കാൻ എങ്ങനെ ചെയ്യും. സോ ആ proactiveness ഈ 4ൻ്റെ ഒപ്പം തന്നെ ദാറ്റ് റാപ്ഡ് ഇറ്റ് വിത്ത് സംതിങ് കോൾഡ് കൺസിസ്റ്റൻസി. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വെദർ നമുക്ക് ഭയങ്കര
at a point of time I was thinking like എല്ലാം അടിച്ച് വേഗം ഗ്രോത്ത് അങ്ങനെ ഞാൻ ചിന്തിച്ചത്. പക്ഷെ then later on I understood that ഒരു മെച്ചോറിറ്റി, നമ്മൾ വിവേകം എന്നൊക്കെ പറയത്തില്ലേ, വിവരമല്ലല്ലോ വിവേകം, എഡ്യൂക്കേഷൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് തിങ്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്ന പോലെ രാഹുൽ ദ്രാവിഡ് ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും കൂടി നമ്മൾ മേർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഏത് ഗെയിമും ജയിക്കാൻ പറ്റുള്ളൂ. സോ I think that for entrepreneurship and for life also, to be consistent, to be a part, to take part in everything. Like I'm basically a dancer. I loved it. But ഞാൻ ഒരു point of time ഞാനത് കളഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാം I'm bringing back everything, every flavors of my life. Because നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെസ് എടുക്കുന്നതിന് പോലെ ഡീസ്ട്രെസ് ഒരു വലിയൊരു ഒരു പ്രശ്നമാണ്. ലൈക്ക് ഇറ്റ്സ് എ ബാലൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രൈക്ക് ബാലൻസിനുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചതിന് ഇപ്പുറം നമ്മൾ എടുത്തു പോയി ഒരു ഫ്രഷ് മോർണിംഗ്. അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ സൺഡേ ഓഫ് എടുക്കുന്നത്. ബിക്കോസ് മൺഡേ വി റൈസ് ന്യൂ, വി ഹാവ് ഫ്രഷ് തോട്ട്സ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ബേസിക്കലി ഒരുവിധമൊക്കെ the thing is that there's no 100%, there's no perfect. I think if you can make yourself perfect in your imperfections, then you have discovered the beautiful you. Beautiful. Thank you so much for your time, Anooja. My pleasure. My pleasure. Thank you.